ഒരാള് തന്റെ ഒത്തിരി നാൾ മറുനാട്ടിൽ ജോലി ചെയ്തതിന് ശേഷം കിട്ടിയ സമ്പാദ്യവുമൊക്കെ ആയിട്ട് തന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഒരു കടത്തുണ്ട്. ഈ കടത്ത് വഞ്ചിയിൽ അവർ ഒരുമിച്ച് പോകുമ്പോൾ കടത്തുകാരൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് നീന്തൽ അറിയാമോ? കാറ്റും ചുഴിയുമുള്ള പുഴയാണിത്. ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ, ഞാൻ ഇന്നോളം ജീവിതത്തിൽ നീന്തിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അറം പറ്റിയത് കണക്ക് കാറ്റ് വീശി വഞ്ചി മറിയുകയും ചെയ്തു. തീരത്തേക്ക് നീന്തിപ്പോകുമ്പോൾ പാവം തോണിക്കാരൻ ഓർത്തത് ഈ മനുഷ്യനെ കുറിച്ചാണ്. പാവം ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് വീട്ടിലേക്ക് മടങ്ങിയവനാണ്. അവൻ എന്ത് സംഭവിച്ചാവും? ഇങ്ങനെ തുഴഞ്ഞ് തീരത്തെത്തുമ്പോൾ കാണാം, നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞ യാത്രക്കാരൻ നനഞ്ഞു കുളിച്ച് തീരത്ത് നിൽക്കുന്നു. ഇവന് ആശ്വാസക്കാൽ കൂടുതൽ ആദ്യം തോന്നിയ ദേഷ്യമാണ്. കഷ്ടമാണിത്. മനുഷ്യരെന്തിനാണ് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി നുണ പറയുക? 5 മിനിറ്റുകൾക്ക് മുമ്പാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾക്ക് നീന്തൽ അറിയാമോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു നീന്തൽ അറിയില്ല എന്ന്. ഇപ്പോഴാവട്ടെ എന്നെക്കാൾ എളുപ്പത്തിൽ നിങ്ങൾ നീന്തി കയറിയിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ പൊന്നു ചങ്ങാതി, ഞാൻ ഇന്നോളം നീന്തിയിട്ടില്ല. ഞാൻ പുഴയിലേക്ക് താഴുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർമ്മിച്ചു, ദൈവമേ, എന്റെ ഈ മാറാപ്പില് എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയും കാലം സമ്പാദിച്ചതൊക്കെ ഒരു ചെറിയൊരു സ്വർണ്ണക്കട്ടയായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ മുങ്ങുന്നതിനോടൊപ്പം എന്റെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും മുങ്ങുക എന്നുള്ളതാണ്. ആ നിമിഷത്തില് എന്റെ തോളില് ഞാൻ എന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഭാരമറിഞ്ഞു. പിന്നെ എനിക്കൊരു ശക്തി കിട്ടി. ഒരു കരമടിച്ച് ഇരുകരമടിച്ച് ഞാൻ ഈ തീരത്തെത്തി. ഇനി എന്നെ ഒന്നുകൂടി വെള്ളത്തിലേക്ക് ഇട്ട് നോക്കിക്കൊള്ളുക, ഈയക്കട്ട താഴുന്ന പോലെ ഞാൻ താന്നു പോകും.